കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഇത് വിശമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവ്വവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊർദെഖായിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് അല്ലേ. മൊർദെഖായിയുടെ മേൽ വെളിപ്പെട്ട് വന്ന ദൈവമഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലെ വെറും 3 വാക്യങ്ങൾ അത് സ്തോത്രം മൊർദെഖായിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മൊർദെഖായിയെ മാത്രം പറയുവാൻ വേണ്ടി എഴുതിയതുപോലെ ഒരു അധ്യായത്തെ നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും അല്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് എന്തായിരുന്നു മൊർദെഖായിയുടെ ജീവിതത്തിൻ്റെ പുറകിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു രാജാവിൻ്റെ കൊട്ടാര വാതിൽ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന സമയങ്ങൾ, യഹൂദ ജനത്തെ മുഴുവനും മുടിച്ചു കളയുവാൻ തക്കവണ്ണം ഹാമാൻ കച്ചകെട്ടി പുറപ്പെട്ട സാഹചര്യങ്ങൾ, അതിനകത്തു നിന്ന് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ബലം എന്നവണ്ണം ദൈവം ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് യഹൂദ ജനത്തിന് ഒരു രക്ഷ കൊടുക്കുവാൻ തക്കവണ്ണം ഇടവന്നു. മൊർദെഖായിയെ കൊല്ലുമെന്ന് സ്തോത്രം തകർക്കുമെന്ന് വാദിച്ച ഹാമാൻ ഹാമാൻ കൊല്ലപ്പെടുകയും അതേ സ്ഥാനത്തേക്ക് ദൈവം മൊർദെഖായിയെ കൊണ്ടുവരികയും ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവസന്നിധിയിരിക്കുകയും ചെയ്യുന്നതല്ല പിന്നത്തേതിൽ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും. മൊർദെഖായിയുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മുഴുവനും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കരച്ചിലിൻ്റെയും കാലഘട്ടം, കഷ്ടത്തിൻ്റെ കാലഘട്ടം, വേദനയുടെ കാലഘട്ടം ആർക്കുണ്ടായിരുന്നു? മൊർദെഖായിയുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് പരിഹാരമില്ലയോ, എൻ്റെ സ്തോത്രം യാചനകൾക്ക് മറുപടിയില്ലയോ എന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള പ്രയാസഘട്ടങ്ങളിലൂടെ ദൈവം മൊർദെഖായിയെ കടത്തിവിട്ടു. എന്നാൽ 10:3 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ രാജാവിൻ്റെ രണ്ടാമനായി വാണു, അടുത്ത സഹോദര സംഘത്തിന് അവൻ ഇഷ്ടനായി മാറി, യഹൂദന്മാരിൽ വെച്ച് മഹാനായിട്ട് അവൻ മാറി, സ്വജനത്തിന് ഗുണകാംക്ഷിയായിട്ട് മാറി, തൻ്റെ സർവ്വജനത്തിനും അനുകൂലവാദിയായിട്ട് അവൻ മാറി. ഇത്രയും നന്മകൾ, അനുഗ്രഹങ്ങൾ, സ്ഥാനങ്ങൾ, മാന്യതകൾ, ഉയർച്ചകൾ ദൈവം ആർക്ക് കൊടുത്തു? മൊർദെഖായിക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ദൂത്, ഇന്ന് പ്രാർത്ഥിക്കുന്ന നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മഹാനാക്കുന്ന, നിങ്ങളെ ഇഷ്ടനാക്കുന്ന, നിങ്ങളെ ഗുണകാംക്ഷിയാക്കുന്ന, നിങ്ങളെ ഒരു അനുകൂലവാദിയാക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും ഒരു നന്മ, അനുഗ്രഹത്തെ ദൈവം പകർന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.